ഹലോ. അപ്പൊ ഇന്നൊരു ചെറിയൊരു ചെറിയൊരു യാത്രയാണ്. ഭാര്യ ഭർത്താവും കൂടി ഒരുമിച്ച് പോയി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിണ്ടാതെ പോകണം. അത് അവരുടെ ബിസിനസ്സാണ്. അവരുടെ ബിസിനസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഏകദേശം ഒരു 200 മീറ്റർ മാറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ പോകണം. ഏകദേശം ഇനി ഒരു 300 മീറ്റർ കൂടെ പോകുമ്പോൾ അവർ നിൽക്കുന്ന സ്പോട്ട് കാണാൻ പറ്റും. എന്താണ് ബിസിനസ് എന്ന് അറിയണ്ടേ? അപ്പോൾ എന്തായാലും പോവാം. കറുത്ത മുത്താണ്, എന്തായാലും പോവാം. യാ കമോ. അങ്ങനെ നമ്മളുടെ യാത്ര ആരംഭിച്ചു. ഇങ്ങനെ നടക്കുകയാണ് അല്ലേ കീർത്തി? അങ്ങനെ പോകുന്നു. ഈ വഴികളിലൊക്കെ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അല്ലേ? യെസ്, ഇവിടെയൊക്കെ ഒരുപാട് കണ്ട ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഒരുപാട് ഷോർട്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്ത സ്പോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട്. അതാണ് കുറേ വീഡിയോകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. യെസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈലന്റ് ആണ്. ഇങ്ങനെ ഒന്ന് നോക്ക്, ഉണ്ടാ സൈലന്റ് ഉണ്ടാ, പേടിക്കും. എങ്ങനെ? അത് പണി നടക്കുന്ന ഒരു വീട് അങ്ങ് ഉള്ളിൽ. ഇപ്പോഴല്ല, നേരത്തെ ഒന്ന് നടന്നിട്ട് നിർത്തി വെച്ചിരിക്കുന്നു തോന്നണം. ആയിരിക്കും. ഈ സ്ഥലം എന്ന് പറയുന്നത് പണ്ട് നമ്മളുടെ ഇടവഴിയാണ് കേട്ടോ. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്, ഒരു മാറ്റവും. കാരണം ഒത്തിരി ഉള്ളിലായതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കീർത്തി, നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ടാവേ? സ്ഥലം കൊള്ളാം. ഒരു ഇടവഴി നല്ലൊരു ഫീലല്ലേ? യെസ്, അതാണ്. അപ്പോൾ നല്ല കണ്ടോ, ഇപ്പോഴത്തെ കാലങ്ങളിൽ ഇങ്ങനത്തെ വഴികളൊക്കെ കുറഞ്ഞു വരികയാണ്. കാരണം ഒരു ബൈക്കെങ്കിലും പോകാൻ കണക്കുള്ള വഴികളാണ് ഇപ്പോൾ എല്ലായിടവും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ വഴി ഇപ്പോഴും കാണാനൊരു രസമല്ലേ? രസമാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇടവഴിയൊക്കെ മാറി, ഇടവഴിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇല്ല, ഇവിടെ കുഴപ്പമില്ല. ഈ കണ്ടത്തുള്ള ഒരു പ്രോഡക്റ്റാണ് അവർ ബിസിനസ് ആരംഭിക്കുന്നില്ല, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതുവരെ വന്നിട്ടുള്ളൂ അല്ലേ? അല്ല, നമ്മളൊരിക്കേ ഇവിടെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തത് എനിക്ക് ഓർമ്മയില്ലേ? മറ്റേ വിറക് കൊണ്ടിട്ട് ആദ്യം എടുത്തോണ്ട് പറഞ്ഞത് അതിവിടെയാണ്. അമ്മ വിറക് കൊണ്ടിട്ടിട്ട് ഇവിടെ നിന്ന് കാണാതെ അന്ന് ആ ഷോർട്ട് വീഡിയോക്ക് ഒളിഞ്ഞ് വന്നില്ല. ഓക്കെ, അപ്പോൾ അവർ നിൽക്കുന്ന സ്പോട്ടെത്തി എന്നാണ് തോന്നുന്നത്. അയ്യോ, കൈ കഴിക്കുന്നു. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ട് പോയി നോക്കാം. കാല് കഴിക്കും. നടന്നു ഇപ്പോൾ ഏകദേശം ഒരു 500 മീറ്റർ വന്നു. ഇനി ഒരു 100 മീറ്റർ കൂടെ പോകണം. അപ്പോൾ ഫ്രണ്ട് സ്പോട്ട് കാണിച്ചു തരാം. വേറെ അവരിപ്പോൾ പറക്കിയിട്ടായിരിക്കും. ഉണ്ടോ, ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലാണ് അവരുടെ ബിസിനസ്. അവരെ ഉള്ളിലായിരിക്കും. വാ, അങ്ങോട്ട് പോയി നോക്കാം. അതാ എന്തോ കണ്ട് ഓടിപ്പോകുന്നു. വേറൊന്നുമല്ല, വിറക് സംഭവം. അത് ചെറുതായിട്ട് മരം ഒടുക്കി നിൽക്കുന്നത്. അത് മുകളിലാണ് നിൽക്കുന്നത്. വിറക് താഴെ കിടന്നെന്ന് പറഞ്ഞ് ഓടിപ്പോയത്. അവിടെ പോയപ്പോൾ എടുക്കാൻ പറ്റില്ല. തിരിച്ചു വാ. അതെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു ചെറിയ ചുള്ളിയല്ലേ? അത് തന്നെ എനിക്ക് തോന്നുന്നു. യെസ്, അപ്പോൾ ഇനി കുറച്ച് മേളിലാണ് അവർ നിൽക്കുന്നത്. അങ്ങോട്ട് പോവാം അല്ലേടാ കൂട്ടാ? കമോൺ. ഓ, വടി ഊന്നി വരാൻ നൈസ് ഐഡിയ. അതാണ്. അപ്പൊ തിരിച്ചു പോകുമ്പോഴല്ലേ ഇത് അതിനെടുത്തോണ്ട് തിരിച്ചു പോകുമ്പോഴല്ലേ അതിന് ഇത് ഉപയോഗിച്ചോണ്ട് പോകാനുള്ളത്. അപ്പോഴല്ലേ വയസ്സായല്ലേ? ഇപ്പോഴത്തെ ഇതിലെ 30 വയസ്സെന്ന് പറയുന്നത് വയസ്സായതല്ലേ? പണ്ടത്തെ 30 വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ 30 വയസ്സായതാണ്. യെസ്, അപ്പോൾ എന്തായാലും 30 യൗവനം, ഇപ്പോഴത്തെ 30 വാർദ്ധക്യം. നടുവേദന, കാലുവേദന, മുട്ടുവേദന, എന്തൊക്കെ വേദന. അപ്പൊ എനിക്ക് 23 വയസ്സായതേ ഉള്ളൂ. ശരി, ഓക്കെ, എന്തായാലും അങ്ങോട്ട് പോവാനി. എന്താണ് കാപ്പിക്കുരു പഴുത്തിക്കണ? ഞാൻ കണ്ടില്ല. അതാണ് കാപ്പി. നേരിട്ട് കണ്ടിട്ടില്ലേ? ഇതുവരെ കാപ്പിക്കുരു കണ്ടിട്ടില്ല. യെസ്, കാപ്പിക്കുരു ഉണ്ടോ? നമ്മളിവിടെ ഒരു മൂട് നിൽപ്പുണ്ട്. അത് പഴുത്ത് നിൽപ്പുണ്ട്. പോടാ, അതൊക്കെ ചിലപ്പോൾ അവർ വഴക്ക് പറയും. ഇതൊന്നും വാങ്ങാത്ത സാധനങ്ങൾ. ഇതൊക്കെ ഇവരുടെ ഇതൊന്നും നമ്മൾ വാങ്ങിയതല്ല. നമുക്ക് അടക്കാൻ പറ്റുള്ളൂ. പോടാ, അവര് ചിലപ്പോൾ അടത്തുന്നു. അതെന്റെ ഡാഡി അടി, പട്ടി. എന്റെ ഡാഡി മേരാ ഡാഡി. ഓണ്ട എവിടെ? അതോണ്ട
അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അമ്മ വേറൊരു വഴിയിൽ കൂടി അമ്മ തിരിച്ച് വീട്ടിൽ പോയി. നമ്മളതാ ഇവിടെ എത്തി അല്ലേ. അപ്പോൾ പപ്പ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. യെസ്, അമ്മ വീട്ടിൽ പോയി തിരിച്ച് വരാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൊള്ളാമല്ലോ, നല്ല സ്പോട്ടല്ലേ കീർത്തി. താഴോട്ട് നല്ല കുഴിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ഫീലെന്നറിയാമോ? ഒരു ഇടുക്കി ഫീലാണ്. ഇടുക്കിയിലുള്ള അതേ സ്പോട്ടാണ്. കണ്ടോ, നല്ല കിടിലം വൈബുള്ള സ്പോട്ടാണ് അല്ലേ കീർത്തി? അറിയാമോ നമ്മളെ വീട്ടിന്റെ മുകളിലൊക്കെ ഇങ്ങനത്തെ സ്പോട്ടുകളുണ്ട്. അതാണ് ഇതോടെ തൊട്ട് ബാക്കിൽ കണ്ടോ, ഒരു കണ്ടോ, അത് മലയാണ്, കുന്ന് കണ്ടോ. ഇതാണ് കൂനിച്ചി മല എന്ന് പറയുന്ന സ്പോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ മരങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നത് അല്ലേ കീർത്തി? എനിക്ക് പോലും അറിഞ്ഞൂടെ. ഞാൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായെന്നറിയാം? എത്ര വർഷമായി? 7 വർഷമായി. എന്നിട്ട് ഞാൻ ഇന്നാണ് ഇവിടെ പറഞ്ഞതല്ലേ? ഈ സ്പോട്ടിൽ നിന്നാണ് പറഞ്ഞല്ലേ നീ? യെസ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതുവരെ വന്നിട്ടില്ലേ? ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇനി ഓരോ വർഷത്തോറും ഓരോ സ്ഥലമായിട്ട്. അപ്പൊ നമ്മുടെ സ്ഥലങ്ങൾ എന്തൊക്കെയുണ്ടെന്നെല്ലാം അറിയണ്ടേ? അങ്ങനെ നമ്മളിതാ ഡാഡി ഗിരിജയുടെ അടുത്ത വഴിക്ക് പോവുകയാണ്. ഇല്ലടാ, ഇതിനകത്ത് ഇങ്ങനെ ഇതെല്ലാം ഇവർ വാങ്ങിയത്. ഇതാണ്ട് ഇതാണ് ഡാഡി ഗിരിജയുടെ ബിസിനസ്. അതായത് എന്താണ് കീർത്തി? ഇങ്ങോട്ട് പറയൂ. എന്നീ പേരുകൾ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. നമ്മളെ നാട്ടുകാർക്ക് വലിയ വിലയില്ലെങ്കിലും വിദേശത്തുള്ളവർ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കച്ചകെട്ടി വന്നത്. ദുഷ്ടന്മാര്. ഇപ്പൊ ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട്. എത്രയുണ്ട് ഒരു കിലോ? ഇപ്പൊ കിലോക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വിചാരിച്ച് 85 എന്നാണ്. 185 ഒരു കിലോയ്ക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ്. അപ്പൊ ഈ കണ്ടത്തുള്ളത്, അതായത് ഈ കാണുന്ന സ്ഥലത്തുള്ളതെല്ലാം മൊത്തത്തിൽ മതിച്ച് വാങ്ങി, മൊത്തത്തിൽ ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങി കുരുമുളക് ആഡ് ചെയ്യുക തടയാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഡാഡി ഗിരിജയെ കൂടെ കാണിച്ചു കൊടുക്കില്ലേ വന്നിട്ട്. ഡാഡി ഗിരിജ ഏണി വെച്ച് പുതിയ ഏണിയൊക്കെ വാങ്ങി. യെസ്, അങ്ങനെ അവരടത്തതാണ് കുരുമുളക്. ഇവിടെ ഇതാണ്ട് ചാക്കിയിരിക്കുന്നു. അപ്പോൾ കണ്ടോ, ചാക്കിയിരിക്കുന്ന കുരുമുളക് അല്ല, ഈ കുരുമുളക് ഇപ്പം അടത്തതാണ്. എവിടെ നിൽക്കുന്ന അടക്കാം. എന്നെ താഴെയുള്ളതെല്ലാം അവരടത്തുന്നതാണ്. അമ്മ താഴെ നിൽക്കുന്ന അടക്കും. ഡാഡി ഗിരിജ ഇതേപോലെ മുകളിൽ കയറി ഏണി വെച്ചടക്കും. ഹലോ ഡാഡി, അങ്ങനെ ഇനി അങ്ങ് മുകളിലെങ്ങനെ കയറും? അങ്ങനെ മുകളിലോട്ട് കയറണമെങ്കിൽ കമ്പ് വെച്ച് കെട്ടി കയറണം അല്ലേ? ഇപ്പോൾ ബിസിനസ് തുടങ്ങിയപ്പോഴത്തേക്കും സീസണാണല്ലോ. ഈ സീസൺ ടൈമിൽ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ഏണിയാണ് അല്ലേ കീർത്തി? അടുത്താ അത് തെന്നി തെറിച്ചും പോവും. ഈ ഒരു മൂട് തന്നെ ഇനിയുള്ളൂ, അതാ വേറെ ഉണ്ടാ? അപ്പോൾ കുറച്ച് മൂടുകൾ കൂടിയുണ്ട്. അത് വെള്ളം തന്നെ, അത് നടക്കണം. അങ്ങനെ ഇതാ കീർത്തി ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്താണെന്നല്ലേ ഇപ്പോൾ കാണിച്ചത്? എന്താണ് ഷോർട്ട് വീഡിയോ എന്ന്? ഹലോ, ഹായ് കൊടുക്കൂ. ഹായ് ഹായ്. എന്താണ് കീർത്തി പറഞ്ഞത്? അതാണ്, ഒരു കുഴിക്കകത്ത് കീർത്തി വന്ന് വീഴും പോലെയാണ്. അതായത് കാണിച്ചത് ഈ ഏണി നിന്ന് താഴെ വീഴുമ്പോൾ എങ്ങനെ ഇരിക്കും? ചരിച്ച് ഇവിടെ നിന്ന് താഴെ വിട്ട് പകത്തി അങ്ങ് താഴെ വിട്ട് വെച്ചാൽ ഏണി. കീർത്തി ഈ ഏണി അറ്റം അങ്ങ് പിടിച്ചോ. അങ്ങനെ കുരുമുളകടുത്ത് പകുതി ആയപ്പോഴത്തേക്ക് അല്ല, തിരിച്ച് ഈ തല അപ്പുറത്ത് കൊടുക്കണം. അതെങ്ങനെയാലും കുഴപ്പമില്ല, കൊടുക്കും. അറിയില്ല അത്. എൻ്റെ തല അങ്ങ് താഴോട്ട് വെച്ചോ. അത് താഴോട്ട് വെച്ചോ. താഴോട്ട് പോട്ട്. താഴോട്ട് അവിടെ വെച്ചോ. ഇനി എവിടെയാണ്? അടിയിൽ കിടക്കണം. അതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് എടുത്തേ. കുറച്ചുകൂടെ ഇങ്ങോട്ട് എടുത്തു ഇടാ. അങ്ങോട്ട് കിടന്നാലേ നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. തല അങ്ങോട്ട് ബാക്കിലോട്ട്. ഡേയ്, തല ബാക്കിലോട്ട്. തല അങ്ങോട്ട് കിടാ. ഏണി എടുത്ത് വെക്കാം. അമ്മ താഴെ പോയി. അമ്മ താഴെ പോയി. അതെ, അവൾ കിടക്കുമ്പോഴത്തേക്ക് ആ ഏണി എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. പിന്നല്ലാതെ ഇതൊക്കെ കീർത്തി കയറി പുത്തരിയല്ല അല്ലേ കീർത്തി? ഇതൊരു മെസ്സേജിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് എടുക്കുന്നത് അല്ലേ? യെസ്. കീർത്തി അവിടെ റെഡി അല്ലേ? ഓക്കെ, അടുത്ത്. ഇല്ല, അത് കുഴപ്പമില്ല. തോർത്തുരിച്ചറിയും.
ഓക്കെ ഓക്കെ ഓക്കെ. ആ അത് വേണ്ട, അത് ഒരു കുരുമുളക്. ആ ഓക്കെ, അതെടുക്കാം. ഇങ്ങ് താഴോട്ട് കിട, താഴോട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് താഴോട്ട്, ഇങ്ങോട്ട് താഴോട്ട് കിടടാ. തലയണ വെച്ചിടക്കും, കുറച്ചുകൂടെ താഴോട്ട് വാ. ആ ഇനി അങ്ങോട്ട് കിട. അമ്മ അവൾ അപ്പുറത്തെ സൈഡ് ഈ ഏണി വരണം, ആ കുരുമുളകിൻ്റെ മൂട്ടിൽ ഏണി വരണം. റെഡി? ഇതൊരു പാണ്ടി ലോറി കയറി തവള കിടക്കും പോലെയാണ് കിടക്കാൻ കേട്ടാ. ആ അത് ഓണാക്കാം. ഇത് ഏണി എടുത്ത് വെക്കിട്ട് 2 മിനിറ്റ് കിടയുടെ അവിടെ. എൻ്റെ കാല് എങ്ങനെ നടന്നാ മതിയാ? ഇത് മതിയാ? മതിയാ? അത് മതിയാ? ആ സൂപ്പർ. നില്ല ഒരു സെക്കൻഡ്, അമ്മ ഇനി മാറി, അമ്മ മാറി നില്ല, നിൽക്കി ഒരു ഷോർട്ട് വീഡിയോ എടുത്തോട്ടെ. ഇല്ല ചിരിക്കുന്നതല്ല, ഇതല്ലാതെ എടുക്കണത്. നിൽക്കി ഒരു സെക്കൻഡ്, അതെടുത്തോട്ടെ. അവിടെ കിടന്നോ, അവിടെ കിടന്നോ, കിടന്നോ. അമ്മ മാറ അവിടെ നിന്ന് ചിരിക്കാതെ കിട. ആ റെഡി, കിടന്നോ. ചിരിക്കാതെ, പല്ലി ചിരിക്കണ അറിയാൻ പറ്റും. കണ്ണ് കുറച്ചേരം തുറന്നു വെച്ചോണ്ട് കിടന്നോ. അങ്ങനെ കിടന്നോ. ആ ഇനി ഉറങ്ങിക്കോ. ആ ഓക്കെ, അത് മതി. എന്നാൽ ആദ്യം നോക്കണം. വാ. ആ എണി ഒന്ന് മാറ്റി. ആ ഇനി എണീറ്റിട്ട് ഇതൊന്ന് നോക്ക്. ഔട്ട്, അത് മതിയാന്ന്. 2-3 ഫ്രെയിം എടുത്തിട്ടുണ്ട്. നോക്ക്, ഒരു കട്ട് ചെയ്ത ഒരു ഇത് ഇടാൻ പറ്റുമെന്ന് നോക്കണേ. ആ ലെൻസിനകത്ത് നോക്കാതെ നിൽക്കി ഒരു സെക്കൻഡ്. ആ ലെൻസിനകത്ത് ആദ്യം നോക്ക്. അങ്ങനെ കീർത്തി ഏണിയുടെ മുകളിൽ നിന്ന് വീണു. അടുത്ത് അതെ, നീ സുഖമായിട്ട് ഇറങ്ങുമ്പോലെ. ക്യാമറ നോക്കണ്ടേ? അവിടെ നിന്ന് ഓടി വന്നിട്ട് ഇതിവിടെ നോക്കാം. ഈ പടിയില് നോക്കി നിന്നാ മതി. കീർത്തി കട്ട് ചെയ്യല്ലേ? അത് ഞാൻ ഇറങ്ങിപ്പോ. നിങ്ങൾ ഇവിടെ ഓണാക്കി വെച്ചോ. ഓണായാ? നമ്മൾ വരുമ്പോ തുറന്നേ. ആ തൊടു. അങ്ങനെ ഇതാ ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ കീർത്തി? യെസ്. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുത്തു. നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഷോർട്ട് വീഡിയോ. എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് കമന്റ് ചെയ്യണം ആ ഷോർട്ട് വീഡിയോ. അപ്പോൾ അത് ഞാൻ എടുക്കാം. എന്നാ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. അത് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഷോർട്ട് വീഡിയോ കാണാത്തൊരു ഉറപ്പായിട്ടും ആ ഷോർട്ട് വീഡിയോ ഒന്ന് കാണുക. കണ്ടതിന് ശേഷം അത് അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിലത്തെ പിക്ചർ വരുന്നത് ഏണിയുടെ മുന്നിൽ ഇവർ 3 പേര് നിൽക്കുന്നു. ഇതേ ഈ കോസ്റ്റ്യൂം കാണുമ്പോൾ മനസ്സിലാവില്ലേ? കൊള്ളാമല്ലേ? അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോ എടുക്കാനാണ് നമ്മൾ വന്നത്. ഈ വലിയ വീഡിയോ എടുക്കാനാണ് നമ്മൾ വന്നിട്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തത്. ഇത് അവരങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമുക്കും പോവാം. അപ്പോൾ അതായത് ഒരു ബംഗാളി ബാബു കുരുമുളക് ചമക്കയാണ്. പിന്നല്ലാതെ ചുമ്മാന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ എടുത്തിട്ട് വാ. യാറിത് മുളകും തൂക്കി പോകുന്നു. രമണൻ. ഓക്കെ, അപ്പൊ പോവാം. നമ്മളെ ഈ സംഭവം നടക്കുന്നത് ക്യാമറയും കഴുത്തി തൂക്കി ചാക്കും തൂക്കി ഒരു ഫോട്ടോ ഉള്ളായിരുന്നു. അല്ല, വേറൊരു കോമഡി എന്താ പറയാമോ? നമ്മൾ വൈൻഡപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. ഇതെടുക്കണം, പോകാൻ നേരത്തിനാണ് ഇത് എടുക്കുന്നത്. പക്ഷെ ഇനി ഇതിട്ടിട്ടല്ലേ വൈൻഡപ്പ് ഇടുള്ളൂ. അതാണ്. അപ്പൊ പോക്കോ, അത് ഞങ്ങനെ ഇടാൻ പറ്റും. ഓക്കെ ശരി, അപ്പൊ നമ്മൾ പോകും. അപ്പൊ ഇവിടെ മൊത്തം ഭയങ്കര മുള്ളാണ്. അതായത് അപ്പട്ട് മുള്ളാണ്. മുള്ള് കാണിച്ചു തരാം. ഇതാണ് ആ മുള്ള്. അപ്പട്ട് മുള്ളെന്നാണ് ഇതിനെ പറയുന്നത്. അപ്പട്ട് മുള്ളെന്ന് വെച്ചാൽ അത് അപ്പട്ട് മുള്ള്. യെസ്, ഓക്കെ. അപ്പോൾ എന്തായാലും ഷോക്ക് ഫാമിലിയുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അപ്പോൾ ലൈക്കും ഷെയറും കമന്റും കൂടെ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.